എല്ലാവർക്കും സ്റ്റഡി വിത്ത് മഹിമ പൂർണിമയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആഴ്ചകളിൽ വരുന്ന നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി കണക്കുള്ള മാധ്യമങ്ങളാണ്. അപ്പൊ നമ്മൾ അതിനകത്തുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ എൻട്രിയുടെ ടെലഗ്രാം ചാനൽ, യൂട്യൂബ് ചാനൽ വഴി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന വീക്കിലികൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ, കറണ്ട് അഫയേഴ്സ്. പക്ഷേ ഈ കറണ്ട് അഫയേഴ്സ് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് സ്ലൈഡായിട്ട് അത് കാണിക്കാൻ സാധിക്കില്ല. തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയെ കാണിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ വായിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യുക, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഒരു ഓഡിയോ ക്ലാസ് കേൾക്കുന്ന നടക്കോ, അല്ലെങ്കിൽ നമ്മൾ ഒരു സാറ് വന്ന്, ഒരു ടീച്ചർ വന്ന് ഫ്രണ്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന കണക്ക് നിങ്ങളങ്ങ് മനസ്സിലാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക. അതിൽ അറിയാത്ത പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യുക. എല്ലാം കൂടെ നിങ്ങൾ എഴുതി നിങ്ങളൊരു റാങ്ക് ഫയൽ ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട. അറിയാത്ത പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഭേദഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഭേദഗതികൾ, എങ്ങനെ ഭേദഗതി ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലിഖിതമായിട്ടുള്ള, ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. ഏറ്റവും അധികം തവണ ഭേദഗതി ചെയ്തിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പാർട്ടിലാണ്, ഏത് ഭാഗത്തിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത്? ഏതാണ്? ഭാഗം 20-ലാണ് കേട്ടോ. ഭാഗം 20-ലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത്. ഇനി ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 368-ലാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭരണഘടന ഇങ്ങനെ ഭേദഗതി ചെയ്യുക അല്ലെങ്കിൽ വെട്ടിത്തിരുത്തുക, ഇങ്ങനെ ഒരു ആശയം നമ്മൾ എവിടുന്നാണ് കടമെടുത്തത്? എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയും ഏറ്റവും അധികം തവണ ഭേദഗതി ചെയ്യപ്പെട്ട ഭരണഘടനയും ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. പാർട്ട് 20 അല്ലെങ്കിൽ ഭാഗം 20 ആർട്ടിക്കിൾ 368-ലാണ് പാർലമെന്റിന്റെ ഈ ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തെ പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത്? ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാന്ന് പറയണം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ആദ്യം പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കണം. അങ്ങനെ ഇരുസഭകളിലും അവതരിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ഇരുസഭകളിലും ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷവും സഭയിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ 2/3 ഭാഗവും ബില്ലിനെ അനുകൂലിച്ച് പാസ്സാക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണം. അങ്ങനെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബില്ല് ഈ അംഗങ്ങൾ അംഗീകരിക്കണം അല്ലെ? എങ്ങനെയാണ്? ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷവും സഭയിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ 2/3 ഭാഗവും അനുകൂലിച്ച് പാസ്സാക്കണം. പാർലമെന്റ് പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അതിനുശേഷം അയക്കും. 2 സഭകളും പാസാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങോട്ട് അയക്കും? നമ്മുടെ പ്രസിഡന്റിന്റെ ബില്ല് അംഗീകരിക്കാനായിട്ട് പ്രസിഡന്റിന്റെ അടുത്തോട്ട് അയക്കും. അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ബില്ല് എന്തായി മാറത്തുള്ളൂ? അതൊരു നിയമമാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ബില്ലിൽ പറയുന്ന ഭേദഗതി നടപ്പിലാക്കണമെങ്കിൽ ആര് സൈൻ ചെയ്യണം? നമ്മുടെ പ്രസിഡന്റ് സൈൻ ചെയ്യണം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന ഭേദഗതി? 3 തരമുണ്ട് കേട്ടോ. ഭേദഗതി 3 തരമുണ്ട്. എങ്ങനെയാണ് ഭരണഘടനയുടെ ഭേദഗതിയുടെ സങ്കീർണത ഒഴിവാക്കാനായിട്ട് ഭരണഘടനയെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ. രണ്ടാമത്തെ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നതാ. മൂന്നാമത്തത് പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ പകുതിയോളം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ. അങ്ങനെ 3ആയിട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നത്, പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാനങ്ങളിലെ നിയമസഭയുടെ പകുതിയോളം അംഗീകരിച്ച് ഭേദഗതി ചെയ്യാവുന്നവ. അങ്ങനെ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ആദ്യത്തത്
പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന എന്താണ്? ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച് നിയമങ്ങൾ, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവ സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളും സംസ്ഥാനങ്ങളിലെ ഉപരിസഭ നിർത്തലാക്കുക എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. എന്താണ്? നമ്മുടെ ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ ആരാണ്? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ പറ്റുന്ന ഭേദഗതിയാണ്. പിന്നെന്താണ്? സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവ സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളും അതും ഈ പറയുന്ന പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുകൂടാതെ സംസ്ഥാനങ്ങളിലെ ഉപരിസഭ നിർത്തലാക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന, അതായത് 2/3 ഭൂരിപക്ഷം വേണം. അതെന്തിനൊക്കെയാണ്? മൗലികാവകാശം, മാർഗനിർദ്ദേശ തത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. അതായത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ കാറ്റഗറി, പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ പകുതിയോളം സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ അംഗീകാരം വേണം. അങ്ങനെയുള്ള ഭേദഗതി അത് ഏതൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും സംബന്ധിക്കുന്ന വ്യവസ്ഥകളും സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന പ്രധാന അധികാരങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഒക്കെ പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ ആരുടെ ഭൂരിപക്ഷവും കൂടെ വേണം? നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ അംഗീകാരവും കൂടെ വേണം. ഓക്കെ അല്ലേ? അപ്പൊ പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണ്ടത് ഏതിനൊക്കെയാണ്? സംസ്ഥാന നിയമസഭയുടെ അംഗീകാരം വേണ്ടത് സുപ്രീം കോടതി ഹൈക്കോടതിയെ സംബന്ധിച്ച വ്യവസ്ഥകളും സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന പ്രധാന അധികാരങ്ങളും ഭേദഗതി ചെയ്യണമെങ്കിൽ ആര് വേണം? പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാന നിയമസഭയുടെ അംഗീകാരവും കൂടെ വേണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 42ാം ഭേദഗതി ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്നാണ് 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഭേദഗതി 42ാമത്തെ ഭേദഗതി. അത് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അതിനെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് 42ാമത്തെ ഭേദഗതി. ഓക്കെ. ആമുഖത്തിൽ സമത്വം, മതനിരപേക്ഷത, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലാണ്? 42ാമത്തെ ഭേദഗതിയിലാണ്. ഏതൊക്കെയാണ്? സമത്വം, മതനിരപേക്ഷത, അഖണ്ഡത അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഈ 3 പദങ്ങൾ കൂട്ടിച്ചേർത്തത് നമ്മുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42ാമത്തെ ഭേദഗതിയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ആമുഖം ഒരേ ഒരു തവണ, അതായത് ആ ഒരൊറ്റ തവണ മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തുകൊണ്ട് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ വകഭേദം അല്ലെങ്കിൽ ഒരു വിഭാഗം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? 51A കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തുകൊണ്ട് മൗലിക കടമകളിൽ ഒരു പുതിയ വിഭാഗവും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രൈബ്യൂണൽസ് എന്ന പേരിൽ ഒരു പുതിയ ഭാഗം പാർട്ട് 14A ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും ഏതിലാണ്? ഈ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഏതൊക്കെയാണ്? നമ്മുടെ 51A, അതായത് പാർട്ട് 4A മൗലിക കടമകൾ അത് കൂട്ടിച്ചേർത്ത 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ 14A ട്രൈബ്യൂണൽസിന്റെ ആ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ. ഇനി എന്താണ് കേശവാനന്ദ ഭാരതി കേസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് കേശവാനന്ദ ഭാരതി കേസ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ തത്വം രൂപപ്പെടുത്തിയ വിധി ഉണ്ടായ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. കേട്ടോ? എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന തത്വം രൂപപ്പെടുത്തുന്ന
വിധിയുണ്ടായ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതായത് നമ്മുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഏത് കേസിലെ വിധിക്കാണ്? കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിക്കാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും എന്നാൽ ഈ ഭേദഗതികൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നതാവരുത് എന്ന് എന്താണ് ഈ ഒരു കേസിലൂടെ സുപ്രീം കോടതി വിധിച്ചു. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരിറങ്ങിയ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ കേശവാനന്ദ ഭാരതി റീസെന്റ് അന്തരിച്ചിരുന്നു, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മുടെ ആമുഖത്തില് എന്താണ്? ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരാൻ പാടില്ല, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസുണ്ടായ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വിധി ഉണ്ടായ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. പിന്നെ എന്താ പറഞ്ഞത്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരടങ്ങിയ ബെഞ്ച് പരിഗണിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. കാസർഗോഡ് ജില്ലയിലെ ഇടനീർ മഠാധിപതി സ്വാമി കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ 1973 ഏപ്രിൽ 24 വിധി ഉണ്ടായത്. അപ്പൊ കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി എന്നാ ഉണ്ടായത്? 1973 ഏപ്രിൽ 24 എന്നാണ്. 1973 ഏപ്രിൽ 24. ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ ഈ വിധി പരിമിതപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് കൊടുത്തു. പക്ഷെ ഈ ഒരു വിധിയിലൂടെ എന്താണ്? അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതോടെ എന്താ സംഭവിച്ചത്? ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ അവിടെ എന്താണ്? പരിമിതപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മുടെ അയവുള്ളതും കർക്കശ സ്വഭാവമുള്ളതുമായിട്ടുള്ള ഭരണഘടനകളെ പറ്റിയാണ് പറയുന്നത്. വളരെ എളുപ്പം ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഭരണഘടനകളെ അയവുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എന്നും നിരവധി നടപടിക്രമങ്ങളിലൂടെ മാത്രം ഭേദഗതി ചെയ്യാൻ പറ്റുന്നതിനെ റിജിഡ് അല്ലെങ്കിൽ കർക്കശ സ്വഭാവമുള്ള ഭരണഘടന എന്നുമാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഒരേ സമയം എന്താണ്? ഫ്ലെക്സിബിളും ആണ്, റിജിഡും ആണ്, അയവുള്ളതുമാണ്, കർക്കശമുള്ളതുമാണ്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് വഴങ്ങാത്ത രീതിയിലുള്ളവയാണെങ്കിലും മറ്റുള്ളവ അയവുള്ള, എളുപ്പം ഭേദഗതി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് വഴങ്ങാത്ത രീതിയിലുള്ളവയാണെങ്കിലും മറ്റുള്ളവ അയവുള്ളതും എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ BR അംബേദ്കർ ആണ് പറഞ്ഞത് കേട്ടോ. BR അംബേദ്കർ ആണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടന ഓരോ ഭേദഗതികൾ നമുക്ക് നോക്കണം. അത് അടുത്ത ഒരു പാർട്ടായിട്ട് എടുത്താൽ ഇത്രയും നിങ്ങൾ എന്തായാലും ബേസ് ക്ലിയർ ആക്കുക. ഉടനെ തന്നെ അടുത്ത പാർട്ട് വരും. അത് 1 തൊട്ട് എത്രയാണ് ഇപ്പൊ റീസെന്റ് നടന്ന അമെൻമെന്റ്സ് നമുക്ക് ഒരുമിച്ചങ്ങ് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത പാർട്ടിക്കാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.